പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ NXTയുടെ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിലെ മത്സരത്തിലൂടെ വമ്പൻ ചരിത്രം സൃഷ്ടിക്കാൻ WWE സാധിച്ചിരിക്കുന്നു. TNAയുടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോ ഹെൻറി ട്രിക് വില്യംസിനെതിരെ ടൈറ്റിൽ ചലഞ്ച് ചെയ്യുന്ന ഒരു വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അത് വലിയൊരു ചരിത്രമായിരുന്നു. കാരണം TNAയുടെ വേൾഡ് ടൈറ്റിൽ ആദ്യമായിട്ടാണ് WWE ഒരു ഷോയിൽ, അതും പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഡിഫെൻഡ് ചെയ്യപ്പെടുന്നത്. എല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോ ഹെൻറി ട്രിക് വില്യംസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നാണ്. ഞാനും പ്രതീക്ഷിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ മത്സരം അതിഗംഭീരമായിരുന്നു. നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ട്രിക് വില്യംസ് പുതിയ TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം വീക്ഷിക്കാൻ വേണ്ടി TNAയുടെ പ്രസിഡന്റ് വരെ കാണികൾക്കിടയിൽ വന്നിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ട്രിക് വില്യംസ് പുതിയ TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്ന ആ ഒരു മൊമെൻറ്റിലേക്ക് കാര്യങ്ങൾ നയിച്ചത്, മത്സരത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ ട്രിക് വില്യംസ് ആ ടൈറ്റിലെടുത്ത് അടിക്കാൻ വേണ്ടി റിങ്ങിലേക്ക് വരുന്നു. റെഫറി അത് പിടിച്ചു വെക്കുന്നുണ്ട്. ട്രിക് വില്യംസിനെതിരെ ജോ ഹെൻറി ഒരു പിൻഫോൾ ശ്രമിക്കുന്നു, പക്ഷേ അവിടെ വിജയിക്കുന്നില്ല. എന്നിട്ട് നേരെ ജോ ഹെൻറിയെ എടുത്ത് ആ ഒരു ടൈറ്റിലിൻ്റെ മുകളിലേക്ക് ട്രിക് വില്യംസ് ഒരു മൂവ് ചെയ്യുന്നതും ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫിനിഷർ അടിച്ച് ട്രിക് വില്യംസ് പുതിയ TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു റിസൾട്ട് എല്ലാവരെയും ഞെട്ടിപ്പിച്ചു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. WWE കോൺട്രാക്റ്റുള്ള ഒരു റെസ്ലർ TNA പോലെ മറ്റൊരു റെസ്ലിംഗ് കമ്പനിയുടെ വേൾഡ് ടൈറ്റിൽ WWE പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ അതിലുപരി ചരിത്രമൊന്നും നമുക്ക് മറ്റൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വിൻസ് McMahonന്റെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന പലതരത്തിലുള്ള മുഹൂർത്തങ്ങളാണ് ട്രിപ്പിൾ എച്ച് ക്രിയേറ്റീവ് ഹെഡായതിനു ശേഷം NXTയിലും മെയിൻ റോസ്റ്ററിലും നടന്നുകൊണ്ടിരിക്കുന്നത്. TNA WWEയുടെ NXT ബ്രാൻഡ് ഇവർക്കിടയിലെ പാർട്ണർഷിപ്പ് കൃത്യമായി അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു ടൈറ്റിൽ ചേഞ്ച് കൊണ്ട് ഏറ്റവും ഉപകാരപ്പെടാൻ പോകുന്നതും TNA റെസ്ലിങ്ങിനെ തന്നെയാണ്. അവരുടെ ഇനി വരാൻ പോകുന്ന സ്പെഷ്യൽ ഷോസ്, വീക്ക്ലി എപ്പിസോഡ്സ് അതെല്ലാം സോൾഡ് ഔട്ട് ആകും എന്നുള്ളതിൽ ഇനി യാതൊരുവിധ സംശയവുമില്ല. ട്രിക് വില്യംസ് TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിട്ടുള്ള സ്റ്റോറികൾ എന്തൊക്കെയാണ്, ജോ ഹെൻറിയുടെ ഭാവി എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി വരുന്ന NXT വീക്ക്ലി എപ്പിസോഡ് TNA റെസ്ലിംഗിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിലൂടെ കണ്ടു തന്നെ അറിയാം. രണ്ടാമത്തെ അപ്ഡേറ്റ്, നിലവിൽ AEWയുടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിട്ടുള്ള ജോൺ മോക്സ്ലിക്ക് ശക്തനായ എതിരാളി ഇപ്പോൾ കയറി വന്നിരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ AEWൻ്റെ ഡബിൾ ഓർ നത്തിങ് എന്ന പേപ്പർ-വ്യൂവിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഓവൻ ഹാർട്ട് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയ വിൽ ഓസ്പ്രേയും ഹാങ്മാൻ ആദം പേജും തമ്മിൽ നടന്ന ഗംഭീര മത്സരത്തിൽ ഹാങ്മാൻ ആദം പേജ് ക്ലീനായി തന്നെ വിൽ ഓസ്പ്രേയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഓവൻ ഹാർട്ട് ടൂർണമെൻറ്റ് അതിഗംഭീരമായിട്ടുള്ള ടൂർണമെൻ്റ് ആയിരുന്നു. അതിൽ വിജയിച്ചു വന്ന ഹാങ്മാൻ ആദം പേജ് ജൂലൈ 13 നടക്കുന്ന ഓൾ ഇൻ എന്ന് പറയുന്ന AEWൻ്റെ ഒരു കൊല്ലത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പേപ്പർ വ്യൂവിൽ ജോൺ മോക്സ്ലിയുടെ വേൾഡ് ടൈറ്റിലിനെ ചലഞ്ച് ചെയ്യും എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഹാങ്മാൻ ആദം പേജിന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പുഷ് അനുസരിച്ചാണെങ്കിൽ ജോൺ മോക്സ്ലിയുടെ ആ ടൈറ്റിൽ റണ്ണ് അവസാനിപ്പിക്കാൻ പോകുന്നത് ഹാങ്മാൻ ആദം പേജ് തന്നെയായിരിക്കും. ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറി ഇനി വരുന്ന ഡൈനാമൈറ്റ് കൊളീഷൻ എപ്പിസോഡുകളിൽ നമുക്ക് AEWയിൽ കാണാൻ സാധിക്കും. ഈ ഒരു പരാജയം ജോൺ മോക്സ്ലിയുടെ ഡെത്ത് റൈഡേഴ്സ് എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നതായിരിക്കും. ജോൺ മോക്സ്ലി ആ ഒരു ഫാക്ഷനിൽ ഇനി തുടരുമോ എന്നൊക്കെ ഓൾ ഇൻ എന്ന് പറയുന്ന ഷോയിൽ കണ്ട് തന്നെ അറിയാം. ജൂലൈ മാസത്തിലാണ് നടക്കാൻ പോകുന്നത്. ജോൺ മോക്സ്ലി ഇതുവരെ ടൈറ്റിൽ റിട്ടേൺ ചെയ്തു വന്ന രീതി അനുസരിച്ച് ഹാങ്മാൻ ആദം പേജിനെതിരെ അങ്ങനെ വിജയിച്ച് കയറാൻ സാധിക്കില്ല. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ വർക്കും പുഷും കിട്ടിയിട്ടാണ് ഹാങ്മാൻ ആദം പേജ് ഓൾ ഇൻ എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ വേൾഡ് ടൈറ്റിലിന് ചലഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഗംഭീരമായിട്ടുള്ള മത്സരങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഡബിൾ ഓർ നത്തിങ് പേപ്പർ വ്യൂവിൽ കാണാൻ സാധിച്ചത്. ഡബിൾ ഓർ നത്തിങ് പേപ്പർ വ്യൂ കണ്ട കൂട്ടുകാരെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ജോൺ മോക്സ്ലി വേഴ്സസ് ഹാങ്മാൻ ആദം പേജ് തമ്മിലുള്ള മത്സരം ഓൾ ഇൻ ഷോയിൽ വെച്ച് നടക്കുമ്പോൾ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ? നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്, MITB പദ്ധതികൾ സെത്ത് റോളിൻസിൻ്റെ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം MITB ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ ഇപ്പോൾ മെയിൻ റോസ്റ്റർ വീക്ക്ലി എപ്പിസോഡ്സായ റോയിലും സ്മാക്ഡൗണിലും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ റോയുടെ നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രിവ്യൂവും കൂടി നമുക്ക് പങ്കുവെക്കാനുള്ളത്. നാളത്തെ റോയിലേക്ക് ഇപ്പോൾ ഓൾറെഡി 2 ക്വാളിഫയിങ് മത്സരങ്ങൾ ഇന്നലെ ജനറൽ മാനേജറായ ആദം പിയേഴ്സ് കൺഫേം ചെയ്തു. അതിൽ ആദ്യത്തേതിൽ ചാഡ് ഗേബിൾ വേഴ്സസ്
പെൻഡ വേഴ്സസ് ഡ്രാഗൻ ലീ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയിങ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ മത്സരം മെയിൻ ഇവൻറ്റ് സാധ്യത കൂടുതലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫിക്കേഷൻ മത്സരമാണ്. സെത്ത് റോളിൻസ് വേഴ്സസ് ഫിൻ ബാലർ വേഴ്സസ് സാമി ജെയിൻ തമ്മിലുള്ള മറ്റൊരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയിങ് മത്സരം. ബ്രോൺസൺ റീഡും കൂടി സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനിലേക്ക് വന്നതുകൊണ്ട് തന്നെ ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവരുടെ സഹായത്തോടു കൂടി MITB ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ സെത്ത് റോളിൻസ് വിജയിച്ചു കയറും എന്നുള്ളതിൽ നമുക്കൊരു സംശയം ഇനി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സെത്ത് റോളിൻസ് 2014 ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവരുടെ സഹായത്തോടു കൂടി MITB ബ്രീഫ് കേസ് സെത്ത് റോളിൻസ് വിജയിക്കാനും അത് സക്സസ്ഫുള്ളായി ക്യാഷ് ഇൻ ചെയ്യാനുമുള്ള സാധ്യതകളുണ്ട്. MITB ബ്രീഫ് കേസ് സെത്ത് റോളിൻസ് വിജയിച്ചാൽ ജെ ഊസോയുടെ ചാമ്പ്യൻഷിപ്പിനെ തന്നെയായിരിക്കും ചലഞ്ച് ചെയ്യുക. കാരണം അത്തരത്തിലുള്ള സ്റ്റോറി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മത്സരങ്ങൾ മാത്രമല്ല റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ റൂസേവ് വേഴ്സസ് അക്കീറ ടൊസാവ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ന്യൂ ഡേ, വാർ റൈഡേഴ്സ്, അതുപോലെ തന്നെ ക്രീഡ് ബ്രദേഴ്സ് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ട്രിപ്പിൾ ത്രെറ്റ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. നാളത്തെ റോ എപ്പിസോഡ് അതികിടിലമായിരിക്കും. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.